പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ബിജെപിയിൽ അതൃപ്തി. മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത് ഔദ്യോഗിക വിഭാഗം നേതാക്കളുടെ മണ്ഡലത്തിൽ മാത്രമാണ് എന്നാണ് പരാതി. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യപ്രകാരമാണെന്ന് ഒരു വിഭാഗം ആക്ഷേപമുയർത്തുന്നു. തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിലായിരുന്നു നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോൺഗ്രസിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലെത്തിച്ച പത്മജ വേണുഗോപാലാണ് തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. വി മുരളീധരൻ വിഭാഗവുമായി ഇടഞ്ഞ് ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം ചേർന്ന ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് മത്സരിക്കുന്നത്. മോദി രണ്ടാംഘട്ട പര്യടനത്തിലെത്തിയതാകട്ടെ തിരുവല്ലയിലും നേമത്തും. തിരുവല്ലയിൽ മത്സരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഔദ്യോഗിക വിഭാഗം നേതാക്കൾ മാത്രം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മോദി പ്രചാരണത്തിനെത്തിയതിലാണ് ബി.ജെ.പിയിൽ അതൃപ്തി പുകയുന്നത്. തിരുവല്ലയിൽ 10 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും മോദി പരാമർശിച്ചത് അനൂപ് ആന്റണിയുടെ പേര് മാത്രം. ആറന്മുളയിലെ സ്ഥാനാർത്ഥിയും മുതിർന്ന നേതാവുമായ കുമ്മനം രാജശേഖരൻ വേദിയിലുണ്ടായിരുന്നെങ്കിലും കുമ്മനത്തിന്റെ പേര് മോദി മിണ്ടിയില്ല. मेरा व्यक्तिगत नुकसान होने वाला है, मैं आपको मन में होता होगा क्या है मैं बताऊं? ये जो अनूप लड़ रहा है ना चुनाव आपके यहाँ, यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है. തിരുവനന്തപുരം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സാധാരണ നടത്താറ് പുത്തരിക്കണ്ടം മൈതാനിയിലോ സെൻട്രൽ സ്റ്റേഡിയത്തിലോ ആണ്. എന്നാൽ മോദിയുടെ റോഡ് ഷോ നേമത്ത് ഒതുക്കി. മോദിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖറിന് പുറമെ വി മുരളീധരൻ, കരമന ജയൻ, ആർ ശ്രീലേഖ എന്നിവർ പങ്കെടുത്തെങ്കിലും അതൃപ്തി പ്രകടമായിരുന്നു. മറുവിഭാഗത്തെ തഴഞ്ഞ് സംസ്ഥാന നേതൃത്വത്തിന്റെ താൽപര്യം മാത്രമായി മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റിയെന്നാണ് ബി.ജെ.പിയിൽ ഉയരുന്ന ആക്ഷേപം. മീഡിയ 1 തിരുവനന്തപുരം.